നമസ്കാരം. ഫ്രഷ് ഫീൽസിൻ്റെ ഫാമിലി മാറ്റേഴ്സ് എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. ജോർജ് കുളങ്ങര സാറാണ് നമുക്ക് ഈ വിഷയമായി ഇന്ന് നമ്മളൊപ്പം ഉള്ളത്. സാർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ജീവിത നൈപുണ്യങ്ങൾ അല്ലേ, ലൈഫ് സ്കിൽസ്, അതിനകത്ത് നൈപുണ്യം അത് തന്നെ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എനിക്ക് തോന്നുന്നത് പ്രോബ്ലം സോൾവിങ് അല്ലേ. മനുഷ്യൻ ഇങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടേയിരിക്കും, അതിനെ പരിഹരിക്കാനുള്ള ഒരു ശേഷി. ജീവിതം നിറച്ച പ്രശ്നങ്ങളാണ്, ജീവിതം നിറയെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം പറിച്ചു കളയാൻ പറ്റുകയില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ എന്ത് ചെയ്യണം? നിർദ്ധാരണം ചെയ്യാൻ കഴിയണം, സോൾവ് ചെയ്യാൻ കഴിയണം, പരിഹരിക്കാൻ കഴിയണം. ഏത് പ്രോബ്ലം വന്നാലും ആ പ്രോബ്ലത്തിന് അപ്പുറം ഒരു അവസരമുണ്ട്, അത് തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തെ എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് നമ്മൾ വലിയ തലയും കുത്തി നിന്ന് ഗവേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പൂർവികരിൽ നിന്നും നമ്മൾ ആർജിച്ചെടുത്ത പരമ്പരാഗതമായിട്ടുള്ള ആശയങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ സ്വന്തം ജീവിതത്തെ നമുക്ക് മനോഹരമാക്കാൻ കഴിയും. അപ്പം അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ അത് മനോഹരമായൊരു ജീവിത ശൈലി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. കാരണം എൻ്റെ ബാല്യകാലം, യൗവനം, ജീവിതത്തിൻ്റെ മധ്യവയസ്കൻ എന്നുള്ള ആ ജീവിതകാലം, ഇപ്പോൾ വയസ്സൻ വാർദ്ധക്യം, അപ്പൂപ്പൻ എന്നുള്ളൊരു തലത്തിൽ നിൽക്കുന്ന ഒരു കാലം. അപ്പോൾ ഈ ഓരോ തലങ്ങളിലെ നമുക്ക് ആസ്വാദ്യകരമാക്കി എടുക്കാൻ കഴിയുന്ന ഒരു മനസ്സും ഒരു ചിന്തയും അതേപ്പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം എപ്പോഴും പ്രോബ്ലം വന്നുകൊണ്ടിരിക്കും. ചില മാതാപിതാക്കൾ പറയും മക്കളെപ്പറ്റി, അവൻ എപ്പോഴും പ്രശ്നക്കാരനാണ്. ചില ടീച്ചേഴ്സ് പറയും പിള്ളേരെപ്പോഴും പ്രശ്നക്കാരനാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഭാവിയിൽ എന്തെങ്കിലും ആയിത്തീരുന്നത് ഈ പ്രശ്നക്കാരാണ്. ചെറുപ്പത്തിലെ ബാല്യത്തിലെ പ്രശ്നക്കാരാണ് ഭാവിയിൽ വലിയ വലിയ ആളുകൾ. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്കൂളിൽ പ്രശ്നക്കാരനായിരുന്നു, വലിയ പഠിത്തമൊന്നുമില്ല. അധ്യാപകർ പഠിപ്പിക്കുന്നതല്ല, പുള്ളി വേറെ പഠിക്കുക. ആ പയ്യനെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുകയെന്ന് ടീച്ചേഴ്സ് എല്ലാം തീരുമാനിച്ചു. അമ്മ കൊണ്ടുപോയി പഠിപ്പിച്ചു. മറ്റൊരു ആൽബർട്ട് ഐൻസ്റ്റീനായി. അപ്പം അങ്ങനെയൊക്കെ എത്രയോ മഹാന്മാരുടെ വലിയ കമ്പ്യൂട്ടറിൻ്റെ ഉസ്താദുകളായിട്ടുള്ള പ്രഗത്ഭരായ ആളുകൾ. അപ്പോൾ സ്കൂൾ സിലബസിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പ്രോബ്ലം സൃഷ്ടിക്കുന്ന കുട്ടികളെന്ന് പറയുന്ന ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയപ്പെടുന്നു എന്നേ ഞാൻ പറയുള്ളൂ. ഇവർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസാണ്. അത് അവരുടെ ഒരു നേച്ചർ, കുഞ്ഞുങ്ങളുടെ നേച്ചർ എന്ന് വെച്ചാൽ പെട്ടെന്നൊരാശയം വരുന്നു, ആ ആശയത്തിൻ്റെ പുറകെ പോകുന്നു, അടുത്ത ആശയം പെട്ടെന്ന് വന്നു കഴിഞ്ഞു, അതിൻ്റെ പുറകെ പോകുന്നു, പിന്നെ ഒരാശയം വരുന്നു. ഇവർക്ക് ഇരിക്കപ്പെടുകയില്ല, ഇവർ പിരിവരുപ്പന്മാരാണ്. കാരണം എപ്പോഴും ഈ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഈ ആശയത്തിൻ്റെ പുറകെ ഇവന്മാർ ചാടിക്കളിക്കും. അതുകൊണ്ടാണ് ചാടിക്കളിയുടെ കൊച്ചുരാമ എന്നൊക്കെ പറയുന്ന പോലെ ഈ കുരങ്ങിൻ്റെ സ്വഭാവം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ആശയമാണ്. അപ്പോൾ പുതിയ ആശയങ്ങൾ സ്വാംശീകരിച്ച് പുതിയ ആശയങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നു, ആശയങ്ങൾ എടുക്കുന്നു, അതിനെ വെച്ച് വർക്കൗട്ട് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ഇവർ പൊതുവിൽ കാണുന്നത് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രശ്നക്കാരെന്നുള്ള നിലയ്ക്ക്, അടങ്ങിയിരിക്കാത്തവന്, കുരുത്തം കേട്ടവന്, ഇങ്ങനെയുള്ള പഴയ പല പേരുകളാണ് പണ്ട് കാലത്ത് വിശേഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ സൈക്കോളജിസ്റ്റുകളും അതായത് ഇച്ചിരി ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ മനഃശാസ്ത്രജ്ഞന്മാരെ അടുത്ത് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന എത്രയോ മാതാപിതാക്കളും അധ്യാപകരും ഉണ്ട്. എനിക്കറിയാം, കൃത്യം അറിയാം. കാരണം കഴിഞ്ഞ 50-55 വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ. എൻ്റേതായ രീതിയിൽ എൻ്റെ സ്കൂളുകളുണ്ട്, എനിക്ക് കോളേജുകളുണ്ട്, ഇവിടെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവരുടേത് ആ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്ന വഴിക്ക് മറ്റുള്ളവർ ചിന്തിക്കണം എന്ന് ബലം പിടിക്കുന്ന ഒരു സമൂഹം, ഒരു വിദ്യാഭ്യാസ രീതി.
ഒരു തലായ്പിലുണ്ടാക്കിയിട്ട് ആ തലായ്പിലിട്ട് എല്ലാ മരത്തിലും കയറാവുന്നതെന്ന് പറഞ്ഞതുപോലെ സിലബസ് എന്ന് പറയുന്ന ഒരു തലായ്പിൽ എന്നുള്ളതേ, ഒരു ഗൈഡ് ലൈൻ എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം അതിന് പ്രാധാന്യമില്ല വാസ്തവത്തിൽ. പക്ഷേ അത് ഉപയോഗിക്കാൻ അങ്ങനെ കഴിയണം. അപ്പോൾ ഈ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ പ്രശ്നപരിഹാരം ഈ പ്രശ്നം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ വീട്ടിൽ ആട്ടുകളുണ്ട്. പണ്ടൊക്കെ ആട്ടുകളുണ്ടായിരുന്നു. മിക്സി ഉണ്ടായി, ഇപ്പം പുതിയതായി മിക്സിയായി, ഗ്രൈൻഡറായി. അത് കണക്ഷൻ കൊടുത്താലല്ലേ അത് പ്രവർത്തിക്കുകയുള്ളൂ. അത് പ്രവർത്തിക്കാതിരുന്നാലോ? അപ്പോൾ പ്രവർത്തിക്കാത്ത മിക്സിയായിട്ടും ഗ്രൈൻഡറായിട്ടും ആട്ടുകല്ലായിട്ടും കുട്ടികൾ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവരൊരിക്കലും സമൂഹത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയും, സമൂഹത്തിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിവുള്ളവരാകില്ല ഭാവിയിൽ എന്നുള്ളത്. അവർക്കാണ് ഭാവിയിൽ അടിമപ്പണി ചെയ്യുന്നവർ. തൊഴിലാളികളെന്ന് ഞാൻ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങൾ തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന ഒരവസ്ഥ. അതേസമയം 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ ആ കൂട്ടർക്ക് കഴിയുന്നില്ല. അപ്പോൾ സംരംഭകർക്ക്, ഓൺട്രപ്രണേഴ്സിനെ എന്ത് സാധിക്കുകയുള്ളൂ? 10 പേർക്കോ 2 പേർക്കോ 5 പേർക്കോ 50 പേർക്കോ തൊഴിൽ കൊടുക്കാൻ കഴിയുക. അപ്പോൾ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് രാഷ്ട്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, സാമ്പത്തിക സ്രോതസ്സെന്ന് എന്ന് പറയുന്നത്. അവരാണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പന്നം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിന് വളർച്ചയുണ്ടാകുള്ളൂ. അത് വളരെയുള്ളൂ. ഉൽപ്പാദനം കുറച്ച്, അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെൻറ് വളരെ ശ്രദ്ധ കൊടുക്കുന്നത്. ഉൽപ്പാദന മേഖലയിൽ, കാർഷിക മേഖലയായാലും കൊള്ളാം, വ്യവസായ മേഖലയായാലും കൊള്ളാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലായാലും, എഞ്ചിനീയറിംഗ് ഡിവിഷനിലായാലും കൊള്ളാം, ഈ സമസ്ത മേഖലകളിൽ ഉൽപ്പാദനം വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ചൈന എന്ന് പറയുന്നത്. അവർ സമസ്ത ഉൽപ്പാദന മേഖലകളിൽ താന്ന ക്ലാസ് മുതൽ കുട്ടികൾക്ക് വേണ്ടത്ര പരിശീലനം കൊടുക്കുന്നു. സ്പോർട്സിൻ്റെ കാര്യത്തിൽ അമേരിക്ക വളരെ മുമ്പിലാണ്, റഷ്യ വളരെ മുമ്പിലാണ്, ചൈനയും മുമ്പിലാണ്. ഞാൻ 4-5 പ്രാവശ്യം ചൈനയിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചൈനയിൽ നടന്ന ഒളിമ്പിക്സിന് മുമ്പാണ് ഞാനതിൽ ചൈനയിൽ യാത്ര ചെയ്തത്. അവിടെ ഏതാണ്ട് 10 ലക്ഷത്തോളം സ്പോർട്സ് നഴ്സറി സ്കൂളുകൾ ചൈനയിലുണ്ട്. ഇവിടെ എത്ര പേർക്കറിയാതെ? സ്പോർട്സ് നഴ്സറി സ്കൂളുകൾ. ആ നഴ്സറി സ്കൂളുകളിൽ കഴിവുള്ള കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ സ്പോർട്സിൽ പരിശീലിപ്പിക്കുക. അതുകൊണ്ടാണ് അവിടെ എത്താൻ കഴിഞ്ഞത്. നമുക്ക് ഒളിമ്പിക്സിൽ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒളിമ്പിക്സിൽ നമുക്ക് ഏത് നിലയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? എന്തുകൊണ്ടാണ്? നമ്മുടെ സ്കൂളുകളിൽ സത്യത്തിൽ സ്പോർട്സിൽ ഡ്രിൽ മാസ്റ്റർ, എത്ര സ്കൂളിൽ ഡ്രിൽ മാസ്റ്റേഴ്സ് ഉണ്ട്? ഞാനൊക്കെ പഠിച്ച കാലത്ത് സ്കൂളുകളിൽ ഡ്രിൽ മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഡ്രോയിങ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം നിർത്തലാക്കി കളഞ്ഞിരിക്കുക. കാരണം അത്രയും വൈകല്യമുള്ള വൈകല്യ ചിന്തകളുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരും ഭരണാധികാരികളുമാണ് ഈ രംഗത്ത് വന്നിരിക്കുന്നത്. മിക്കവാറും മന്ത്രിമാർ ഈ കാര്യത്തിൽ പൊട്ടന്മാരാണ്. അവരെ ഉപദേശിക്കുന്നതോ IAS എന്ന് പറയുന്ന വേറൊരു പൊട്ടന്മാരാണ്. അവരാണ് നമ്മുടെ വിദ്യാഭ്യാസം ഇതുപോലെ കുട്ടിക്കളമാക്കി മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, 10 ലക്ഷം സ്പോർട്സ് നഴ്സ് സ്കൂൾ ചൈനയിലുണ്ടെന്ന് പറയുമ്പോൾ എന്താ? അതുപോലെ തന്നെ അമേരിക്കയിലും, അതുപോലെ തന്നെ റഷ്യയിലും, വികസിത രാജ്യങ്ങളിലൊക്കെ എങ്ങനെ? എന്തുകൊണ്ട് നമുക്കിവിടെ മാൻ പവർ ഇല്ലാഞ്ഞിട്ടാണോ? ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാൻ പവറുള്ള രാജ്യം നമ്മുടെ രാജ്യമല്ലേ? അപ്പോൾ ഇതൊക്കെ രാജ്യത്തിൻ്റെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തൊക്കെ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭരണാധികാരികൾക്കും മാനസികമായ മാറ്റങ്ങൾ വരണം. ഭരണാധികാരികളാണ് ഈ രാജ്യത്തെ വാസ്തവത്തിൽ ഈ രാഷ്ട്രീയക്കാരുണ്ടെങ്കിലേ ഗവൺമെൻറ് ഉണ്ടാവുള്ളൂ, രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയക്കാർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെപ്പോലുള്ള ആളുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ പണിയാണികളല്ല, മറിച്ച് രാഷ്ട്രത്തിന് വേണ്ടി ചിന്തിക്കുന്നവരാണ്. രാഷ്ട്രതന്ത്രജ്ഞരായിട്ട് മാറണം സമൂഹം. അതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയണം, അഭിപ്രായം പറയാൻ കഴിയണം, ചർച്ചകളുണ്ടാവണം. ഇതൊക്കെ രാജ്യത്തിൻ്റെ പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗ്ഗങ്ങളാണ്. ആശയങ്ങൾ സമൂഹത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കാൻ കഴിയണം, അതേപ്പറ്റി ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ ഇട്ട് കൊടുക്കാൻ കഴിയണം. അപ്പം വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല, വ്യക്തിയുടെ പ്രശ്നം അല്ലെങ്കിൽ വ്യക്തിയുടെ ആ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ പ്രശ്നമാണ്, സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ്. നമുക്കറിയാം 2 വർഷമായിട്ട് തീക്ഷ്ണമായിട്ട് യുദ്ധം നടന്നു. ഗാസയിലെ യുദ്ധം, ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം. അതിനകത്ത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഏതാണ്ട് 70 ലക്ഷം ജനങ്ങൾ അവിടെ മരിച്ചില്ലേ? എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ മുറിവേറ്റ്, കൈ നഷ്ടപ്പെട്ട്, കാല് നഷ്ടപ്പെട്ട്, അപ്പം ശരീരത്തിൻ്റെ ക്ഷതമേറ്റ്
എത്രയോ നരകയാതനകൾ അനുഭവിക്കുന്നു. അപ്പോൾ എന്തുമാത്രം പ്രോബ്ലമാണ്. പക്ഷേ ആ പ്രോബ്ലത്തിലും അവരെന്ത് ചെയ്തു? തരണം ചെയ്യത്തക്ക തരത്തിലുള്ള ചിന്താഗതി ആ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ലോകത്തിലെ പിന്നെ ഇനി വരാൻ കാലങ്ങളിൽ എങ്ങനെയാണ് ഹമാസ് പിടിച്ചു നിന്നത്? ഇത്രയും ശക്തമായി അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും എല്ലാ സപ്പോർട്ടോടു കൂടി ഇസ്രായേൽ യുദ്ധം ചെയ്തെങ്കിൽ അതിനെ പിടിച്ചു നിന്നത്, ഇത്രയും പേരെ കുരുതി കൊട്ടു എങ്കിലും അവരുടെ ആത്മബലത്തെ പറ്റിയും ഒക്കെ നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും അത് വരും മനഃശാസ്ത്രജ്ഞന്മാരുടെ പഠന വിഷയമായിട്ട് മാറും. അതൊക്കെ എങ്ങനെ പിടിച്ചു നിന്നുള്ളത് ആ ജനതയുടെ ആത്മശക്തിയാണ്. അതിൻ്റെ 10,000-ത്തിലൊരു ആത്മശക്തി നമ്മുടെ സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എവിടെ മാറിപ്പോകും? ഏതെല്ലാം മാറ്റത്തിൽ മാറ്റാൻ സാധിക്കും? അപ്പോൾ കൊച്ചുകുട്ടികളെ മുതൽ അവർക്ക് പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കുഴപ്പം കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമില്ലാതാക്കാൻ എങ്ങനെ കഴിയും? കുഞ്ഞുങ്ങളെ സുഖസൗകര്യങ്ങളിലേക്ക് എങ്ങനെ നയിക്കാൻ കഴിയും? ഇന്നും രാവിലെ വാർത്തയെ കണ്ടു, എന്താ വീട്ടിലെ വഴക്കുണ്ടാക്കി, എന്താ ആഡംബര കാറ് മേടിച്ചു കൊടുക്കാത്തത് കൊണ്ട് അപ്പൻ മകനെ തല്ലി. സൈക്കിളല്ല, വെറും കാറല്ല, ആഡംബര കാറ് വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ മകൻ അപ്പനെ തല്ലിയിരിക്കുന്നു. ഇന്നത്തെ വാർത്ത വന്നിരിക്കുന്നത്. അപ്പം എങ്ങനെ സംഭവം പോകുന്നത്? അപ്പോൾ കുഞ്ഞുങ്ങളെ സുഖലോലുപതയിൽ കൂടെ വളർത്തും തോറും ഉള്ള അപകടം ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനോ കഷ്ടപ്പെട്ടു, എൻ്റെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല. അവർക്ക് നല്ല സുഖസൗകര്യങ്ങളും വേണം, ഇതെല്ലാം ശരിയാണ്. പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാക്കുക ചെയ്യുന്നത് കിട്ടുന്നത് കൊണ്ട് സംതൃപ്തനായിട്ട് ജീവിക്കാൻ കഴിയണം. ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുക കൃഷ്ണൻ, ഭഗവാൻ പറഞ്ഞിരിക്കുക, കിട്ടുന്നത് കൊണ്ട് സംതൃപ്തനായിരിക്കുന്നവൻ എനിക്ക് പ്രിയനാകുന്നു, മൗനിയായിരിക്കുന്നവൻ എനിക്ക് പ്രിയനാകുന്നു. എന്ന് വെച്ചാൽ മൗനി എന്ന് വെച്ചാൽ മിണ്ടായിരിക്കുകയല്ല, ചിന്തിക്കുന്നവൻ അധികം സംസാരിക്കുകയില്ല. അപ്പോൾ ചിന്തിക്കുന്നവൻ, മൗനിയായിരിക്കുന്നവൻ എനിക്ക് പ്രിയനാകുന്നു. ശത്രുവിലും മിത്രത്തിലും സമഭാവനയോടെ പ്രവർത്തിക്കുന്നവൻ എനിക്ക് പ്രിയനാകുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സാംശീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സ്വന്തം ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നപരിഹാര പ്രക്രിയയിലേക്ക് അവിടെ വരിക ചെയ്യുന്നത്. പ്രശ്നങ്ങളെ നേരിട്ട് നമ്മുടെ കുഞ്ഞിൽ നേരിട്ട് അഭിമുഖീകരിച്ച് വേണം പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്ത് ശരിക്കണം. നമ്മുടെ മാത്തമാറ്റിക്കൽ മാത്സ് പഠിപ്പിക്കുന്നുണ്ട്. മാത്സ് പഠിക്കുന്ന പ്രശ്നങ്ങളെ പ്രോബ്ലമാണ്, പരീക്ഷയ്ക്ക് പ്രോബ്ലമാണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ പ്രോബ്ലത്തെ നിർദ്ധാരണം ചെയ്യുവാൻ, സോൾവ് ചെയ്യാൻ, പരിഹരിക്കുവാൻ പരിശീലിപ്പിക്കുക, ജീവിതത്തിൻ്റെ പാഠങ്ങളിലേക്ക് കടച്ചു കയറുക. അപ്പോൾ വളരെ വിശാലമായ ഒരു ഏരിയ, ഒരു ക്യാൻവാസാണ് ഏത് ഈ പ്രോബ്ലം സോൾവിങ്, പ്രശ്നപരിഹാരം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രായത്തിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്തിട്ട് കൊടുക്കണം? പ്രശ്നങ്ങൾ ഇട്ട് കൊടുക്കണം. ഒരു കൊച്ചു കുഞ്ഞ് അല്ലെങ്കിൽ 2-ലോ 3-ലോ പഠിക്കുന്ന കൊച്ച്, അല്ലെങ്കിൽ 1-ൽ പഠിക്കുന്ന കൊച്ചാന്ന് വിചാരിക്കുക. അപ്പനോ അമ്മയോ ആ കൊച്ചും കൂടെ ഒരു പ്ലാവിൻ്റെ തൈ നടുന്നു, ഒരു മാവിൻ്റെ തൈ നടുന്നു, ഒരു തെങ്ങിൻ്റെ തൈ നടുന്നു, ഒരു വാഴക്കുഞ്ഞ് നടുന്നു. പറയണം, ആ നട്ട തൈ അത് നിൻ്റേതാണ്, ഈ കൊച്ചിൻ്റേതാണ് എന്ന് പറയുമ്പോൾ അവനൊരു പൊസസീവ് ഭാവം ഉണ്ടാകും. അത് അവൻ്റേതാണെന്നൊരു ചിന്ത വരും. അവൻ്റേതാണെന്ന് ചിന്ത വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവനതിനെ പരിചരിക്കും, അതിന് വളമിട്ട് കൊടുക്കും, വെള്ളമൊഴിക്കും, അതിന് കൂമ്പ് നാമ്പ് ഉണ്ടാകുന്നത് അവൻ നിരീക്ഷിക്കും, അതത് കാണും, അതിനൊരു പ്രോജക്റ്റായിട്ട് കൊടുക്കാൻ കഴിയണം. അപ്പം ഒരു കൂമ്പുണ്ടായെങ്കിൽ അവൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം, എൻ്റെ മാവിന്, എൻ്റെ പ്ലാവിന് 1 കൂമ്പ്, 2 കൂമ്പ്, ഒരില, 1 ബ്രാഞ്ച്. അതൊരു പ്രോഗ്രാമല്ലേ, അതൊരു നോട്ടല്ലേ, അതൊരു പ്രോജക്റ്റല്ലേ, അതൊരു പ്രോബ്ലം സോൾവിംഗ് അല്ലേ. അത് വളർന്നു, അത് 1-1.5 ഇപ്പോഴത്തെ പുതിയ പ്ലാവൊക്കെ എന്ന് വെച്ചാൽ 1.5 വർഷമാകുമ്പോൾ ചക്ക കായ്ക്കും. 1.5 വർഷമാകുമ്പോൾ ഒരു ചക്ക കായ്ച്ചു. ആ കുട്ടിക്കുണ്ടാകുന്ന സന്തോഷം എന്ത് ഭയങ്കരമാണ്, എന്തുമാത്രം ക്രിയേറ്റീവായിട്ടുള്ള ചിന്തയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഈ കൊച്ചു പ്രോബ്ലംസ് നിർദ്ധാരണം ചെയ്യാനുള്ളതായ സന്ദർഭങ്ങളും അവസരങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുഞ്ഞുങ്ങളെ സുഖസൂക്ഷ്മതയിൽ മാത്രം ജീവിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് എന്ത് ചെയ്യുന്നു? അധ്വാനിച്ച് പണം ഉണ്ടാക്കി ആഡംബരകാർ മേടിക്കുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ ചിന്താഗതി. ഒരു ആഡംബരകാർ അപ്പനെ ഞാൻ മേടിച്ചു തന്നാലെന്താ, അമ്മയ്ക്ക് ഞാൻ മേടിച്ചു തന്നാ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യൂറോപ്യൻ രാജ്യങ്ങളെ പ്രത്യേകത എന്താ? 18 വയസ്സായാൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ആശ്രയിക്കാൻ പാടില്ല, സ്വന്തമായ ജീവിത രീതി കണ്ടെത്തിക്കോണം, സ്വന്തമായ വാസസ്ഥലം കണ്ടെത്തിക്കോണം, വീട്ടിൽ നിന്ന് അവൻ മാറി താമസിച്ചോണം. അല്ലെങ്കിൽ അത്രയും വൈകല്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ മാത്രമേ. അപ്പോൾ അവരെ കയറിയ വേറെ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ഇവിടെയല്ല, പ്രായം എത്രയായി കഴിഞ്ഞാലും മാതാപിതാക്കളെ അള്ളിപ്പിടിച്ച് ആശ്രയിച്ച് കഴിയുന്ന സമൂഹം ഇപ്പോഴും ഒരു പരിധി വരെ തുടരുന്നുണ്ട്. പഴയതിനെ കഴിഞ്ഞും വളരെ കുറവുണ്ട്. ഇപ്പോൾ സ്വാശ്രയത്തിലേക്ക് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ സ്വാശ്രയത്തിലേക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്.
അതോടൊപ്പം തന്നെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയും പേരൻസിൽ നിന്ന് കഴിയുന്നിടത്തോളം വെട്ടി വിഴുങ്ങി മേടിക്കാനുള്ള ഒരു അധ്വാനിക്കാതെ പണിയെടുക്കാതെ ജീവിക്കാനുള്ള ഒരു സ്വഭാവം കൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായതിന് കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന കാഴ്ചപ്പാടുകളുടെ വികലമായ കാഴ്ചപ്പാടാണ് എന്ന് സൂചിപ്പിക്കുകയാണ്.